ഹലോ ഗൈസ്. എന്ത് പറ. നമ്മളെ ഇവിടെ വർക്കലയിലാണ്. വർക്കലയില് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നത് പിന്നെ ക്യാമറയുടെ ബാക്കിൽ അഫ്സൽ പറയുന്ന വീഡിയോ എന്തിനാ എടുക്കുന്നതെന്നാ ചോദിക്കുന്നത്. അതെ അതെ, വയസ്സാകുമ്പോ ഇരുന്ന് കാണാനാ. അപ്പൊ ഇപ്പഴേ വയസ്സായി. അതൊരു നല്ല ജോക്കായിരുന്നു. നമ്മളിത് ഈ സാധനം ചെയ്യാൻ വന്നയാ. അഫ്സലിനെ ഇതിനകത്ത് കയറ്റി വിടാൻ പോകുന്നത്. താന്നു അത് അത് പൊങ്ങണമെങ്കിൽ തന്നെ നല്ല സ്പീഡ് വേണം. അതെ. അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ ഇതാണ് ഇവിടെ സ്ഥലം. ഇത് വർക്കല ഈ ബലിയിടാൻ ഒരു സ്ഥലമാണ്. ബെല്ലി ഡാൻസ് അല്ല, പാപനാശം ബീച്ച്. എവിടെ? അതുകൊണ്ടേ അവിടെയാണ് ബലിയിടാൻ വന്ന ആൾക്കാർ വന്നിരിക്കുന്നത്. പരിപാടിയല്ലേ? യെസ്. ഇതിലാണ് അപ്പൊ നമ്മളിങ്ങനെ നടക്കുവാണ്. ഇനി നമുക്ക് മേളിൽ പോണം, ക്ലിഫിൽ പോണം. ക്ലിഫിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വീണ്ടും ക്ലിഫിലേക്ക് പോകണം. ഫോട്ടോഷൂട്ട്. അതെ, ഇൻസ്റ്റഗ്രാമില് 10 മില്യൺ വ്യൂസ് അടിച്ച ആളാണ്. വലിയ പുള്ളിയാ. ടീം വിഷത്തിന്റെ മെയിൻ ആളാ. സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. അപ്പം ഇന്ന് ഇവിടെ വലിയ ക്രൗഡില്ല. ഇന്നിവിടെ ക്രൗഡില്ലാത്തതിന്റെ റീസൺ എന്താ? യെസ്, ഇന്ന് വർക്കിംഗ് ഡേ ആയിക്കൊണ്ട് ക്രൗഡില്ല. പക്ഷെ ടൂറിസ്റ്റ് മദാമയെന്ന് വെച്ചാ ഫോറിൻ ആൾക്കാർ അവര് പ്രൈവസി നമ്മള് ബഹുമാനിക്കണം. അതെ. ഡ്രസ് മാറി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തവൻ. അപ്പൊ നമുക്ക് അവിടേക്ക് പോണം. അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറക്കുന്ന സാധനത്തിന്റെ അടുത്ത് പോവാം നമുക്ക്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയിട്ട് കാണാം. എക്സൈറ്റഡ് ആണോ പറക്കാൻ? അടിപൊളി. നമ്മൾ പാരാഗ്ലൈഡ് ചെയ്യാൻ പോവാം. അതെ, റെഡിയാണോ? എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡാ. പൈസ ഇല്ല. 4000 രൂപ. 4000 ഒന്നും ഉണ്ടാവില്ല. എല്ലാരും എക്സൈറ്റഡാ. ഇതിലൊരു വഴി നേരെ കടലിലേക്ക് പോവാണ്. ഇതെന്താ സംഭവം എന്ന് പറയാ? ഇതെന്താ സാധനം? ആ മഞ്ഞ കളറ് എന്തോ ഒഴുകി വന്ന എവിടെന്നോ. ഇത് മറ്റേ ശിവന്റെ എന്തോ പ്രതിമയാണ്. കലിപ്പാവേ ഇങ്ങ് വരും ആൾക്കാര്. ഇത് ഏതോ തോട്ടിന്ന് ഒഴുകി വരുന്ന വെള്ളമാ. അത് നേരെ കടലിലേക്ക് പോവുക. ഷിയാസ ചാടാൻ പോവാണ്. ഈ സാധനം ചാടാൻ പോവാ. ചാട്. ഷിയാസ് ചാടാൻ പോവാ. ഓക്കെ. ഷിയാസ് ചാടി, പക്ഷെ സെറ്റായി. അതെ, അടുത്ത അഫ്സൽ എഫ് സി ആണ്. അഫ്സലെ തെന്നി വീണ വെള്ള ഉടുപ്പാണ്, കറക്കും. ചാടാ അവിടെ. ഇത്രേ ഉള്ളൂ, ഈസി. നമുക്ക് പോവാം. അടുത്ത പാത പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിൽ കൂടെ ഇങ്ങനെ ഐസായിട്ട് പോവാം. എന്തിനു വെറുതെ റിസ്ക് എടുക്കുന്നത്? അപ്പം ബ്രിഡ്ജ് വരി ഇറങ്ങി വന്നു. അവന്മാരെല്ലാം അവിടെ ഇപ്പോൾ ഉണ്ട്. അത് ഈ ബ്രിഡ്ജ് ക്രോസിങ് താണ്ടേ. നീ അവൻ ചാടിയില്ല. ഒന്നും അങ്ങന്ന് കറങ്ങുന്നത് കടലിൽ കൂടെ ബ്രിഡ്ജ് വഴി വന്നത്. അല്ലെങ്കിൽ അവിടെ പരിപാടി. നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. ഇവിടെയാണ് ബലിയിടുന്ന പരിപാടീസ്. ഇവിടെയാണ്
ഇത് കണ്ടോ ഇവിടെ ഉണ്ടോ ഓരോ കവർ പോലത്തെ സാധനമുണ്ട്. എന്താ സൈസ്യാസ് ഇത്? ഓ, ആൾക്കാർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. പക്ഷെ ഇത് കവർ പോലെ ഇരിക്കുന്നത്. കവർ ഷോട്ടല്ലേ? ഷോട്ടി കലിപ്പാവേ. ഇതെന്താ സാധനമാണ് എന്താന്നറിയില്ല. എന്താടാ ശിവൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. എന്തൊക്കെയാണ് അഫ്സലെ പറയുന്നത്? അപ്പൊ നമുക്ക് നമ്മൾ എത്താറായി, അവിടെ എത്തി. പോയി നോക്കാം. How much for 4,500? 4,000 full. Per person. Full 4,500, right? പകൽക്കുള്ളതാണ് സുഹൃത്തുക്കളെ ഇവിടെ. काम करो भाई, कितना अपने आप क्या बोलते हैं? हाँ इधर पा. How much for this parasailing? Only parasailing 2,500 rupees. कम काउंटर कम में प्राइस दिखाता है आपको. हाँ ओके ओके ठीक है. पैरासेलिंग 2,500 रुपीज. स्पीड बोट उसमें फ्री में आएगा. പബ്ജിയിലെ ബഗ്ഗി ഓണാനൊക്കെ പോണ്. അല്ല ബഗ്ഗി അല്ലല്ലേ, മറ്റേ പറക്കുന്ന സാധനം. എന്താണ് പറയാനുള്ളത്? പകൽ കൊള്ളയാണ് ഇവിടെ. 4,500 രൂപ. എടാ പക്ഷെ അത്ര റൈഡില്ലേ? അത്ര റൈഡ് ചുമ്മാ ആകെ 5 മിനിറ്റ് പോലും ഇല്ല. 2 മിനിറ്റ് പോലും ഇല്ല. എന്നാലും അവര് ഇത്രയും എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇതിന്റെ ഉണ്ടോ? എടാ എനിക്ക് ഇതില് പേടിയായിക്കൊണ്ടല്ലേ ഞാൻ പോയാ. പിന്നെ കടലിൽ വേണം മരിച്ചതാരാ. പിന്നെ ഇത്ര ആൾക്കാർ ചുമ്മാ ചെയ്യുന്ന. എന്നാലും വേണ്ട. ഓക്കെ, ഇത് പാരാഗ്ലൈഡർ അല്ലേ? അത് എന്താ പറയാനുള്ളത്? അത് ഭയങ്കര നഷ്ടമാണ്. പകൽ കൊള്ളയാണ്. പകൽ കൊള്ളയാണ്. ഒരു 100 വെച്ച് പിടിക്കണം, എന്നാലും 20 പോവില്ലേ? അല്ലല്ല, ഇവനറിയത്തില്ല. ജെസ്കി എന്ന് പറഞ്ഞാൽ എത്ര നോട്ടിക്കൽ മൈലാണ്. 100 കിലോമീറ്റർ 20 പോകും എന്റെ ബോഡിയും വെച്ച്. അതാ പിന്നെ നീ വ്ലോഗറാന്ന് പറയട്ടെ, ഡിസ്കൗണ്ട് വ്ലോഗറാന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് ചെയ്താൽ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാന്ന് പറയാ. ഇയാളാണ് ആള്. ജോയി വാട്ടർ സ്പോർട്ട്. ജോയി ആരായിരിക്കും? ആയിരിക്കുന്ന ആളാണോ ജോയി? മൊലാളിയാണ് ജോയി. ജോയി അണ്ണൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത്? ജോയി നല്ലൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. പക്ഷെ ഒന്ന് അടങ്ങുന്നില്ല, ആരും ഒരു പിടിക്ക് അടങ്ങുന്നില്ല. ആ വണ്ടി ഒട്ടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചത്. ആ ട്രക്കർ അത് കിട്ടും. അതിലും ബെറ്റർ. അതുകൊണ്ട് ആ ATV 300 രൂപയേ ഉള്ളൂ. അഫ്സൽ എന്താ പറയാനുള്ളത്? അപ്പൊ നമുക്ക് സൺസെറ്റും കഴിഞ്ഞ ഇപ്പൊ എന്താ ചെയ്യും? ഓ മരിച്ചു. അവിടെ മരിച്ചു. സ്കൂബ ഡൈവിംഗ് ഉണ്ട്. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. അത് നമ്മള് നമ്മളെ ഫ്ലോപ്പ് ആക്കി, പ്ലാൻ ഒഴിവാക്കി. പിന്നെ ATV ഒന്ന് ഓടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ട, എല്ലാം പകൽ കൊള്ളാം. ഇവരുടെ പേരൊക്കെ ബ്ലർ ചെയ്യണം അല്ലേ? പ്രൊമോഷൻ പോയാലോ. പകൽ കൊള്ളാം. അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നിന്നൊന്നും എടുക്കരുത്. നല്ലത് വേറെ ഉണ്ട്. അപ്പർ സൈഡ് ഒന്നല്ലോ, ഒറ്റ പറഞ്ഞുള്ളൂ. അതിലെ ബീച്ച് കാണാൻ പോവുക. അല്ലെ ക്ലിഫ് ഉണ്ടല്ലേ, ക്ലിഫിൽ പോവുക. അതാണ് ക്ലിഫ്. ആ കാണുന്നതാണ് ക്ലിഫ്. അല്ലടാ പക്ഷെ സംഭവം നൈസാണ്. നമുക്കപ്പോ ചായ കുടിക്കാൻ പോയല്ല? ചായ കുടിക്കാം. എനിക്ക് നോയമ്പാ ഗൈസ്. അഫ്സലിന് നോമ്പില്ലേ? ഉളുപ്പുണ്ടോ? ഉളുപ്പ് എനിക്കുണ്ട്. അല്ല ഉമ്മാർക്ക് മേടിച്ചു കൊടുക്കാൻ. എനിക്ക് മേടിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് ബലിച്ചോറ് കാക്ക തിന്നു. ബലിച്ചോറ് കാക്ക തിന്നതിന്റെ മീനിങ് എന്താ അറിയാവോ? അല്ലല്ല ആത്മാവിന് ശാന്തി കിട്ടി. അങ്ങനെയാടാ. ഞാൻ മറ്റേ ഇവൻ മര്യാദ സിനിമയിലകത്തുണ്ട്. പുള്ളി അവിടെ ഇരിപ്പുണ്ട്. പൈസ എല്ലാം മേടിക്കും. കൈ നോക്കിയാലോ? പീഠം. പിണ്ട പീഠം.
എടാ ഇവിടെ ചായ കുടിക്കുന്ന മറ്റൊരു ബ്ലോഗർ അവിടെ എവിടെ? ആ അതോ നമ്മളെ പോലെ വേറെ ബ്ലോഗർ. പ്രൊമോഷൻ കൊടുത്താലോ നമുക്ക്? അവർക്ക് 2 ഉള്ളെങ്കിലാ. അതാ എടാ ചായ അടിക്കാം, മുകളിൽ കയറി. ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായി. ഇതല്ല, ഇനി അങ്ങോട്ട് കയറാൻ കിടക്കുന്നേ ഉള്ളു. കുത്തനെ കയറ്റം കയറി വരണം. പണ്ട് സൈക്കിളൊക്കെ ചവിട്ടി കയറ്റ ഇത്തിരി പാടാ. അതാ ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കയറണം. അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മുകളിലെത്തും. നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. ആ അല്ല അത് അല്ല സാറ് ആ എങ്ങനെ ഉണ്ടായിരുന്നു സാഹസം? വെള്ളം മേടിച്ച് കാടിയോ കുഴഞ്ഞു. അയ്യോ അഫ്സലേ, വർക്കല ബീച്ച് വരുന്ന അങ്ങോട്ട് ഇറങ്ങുന്നവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? സൂക്ഷിക്കണം, തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഒരു കുത്തന ഇറക്കുണ്ട്, അത് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. വർക്കല ഇരുന്നത് അങ്ങോട്ട് പോയാൽ മതി, അവിടെ വർക്കല ക്ലിഫ്, അതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് ഇനി ചായ കുടിക്കാം. ഇതാണ് റെസ്റ്റോറൻറ്റ്. നല്ല വാഴക്കാപ്പം കിട്ടും, നല്ല ചായയും കിട്ടും. ഇൻട്രോവേർട്ട് എണീറ്റ് എൻ്റെ ഉള്ളിൽ അതിൽ വർക്കല. ഇവിടെ നമ്മൾ ആദ്യം അവിടെ പോയി ടോക്കൺ എടുക്കണം, എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ സാധനം കൊടുക്കണം. അപ്പോൾ അവരിവിടെ കൊണ്ടുതരും അല്ലേ? പമ്പൻ സെറ്റപ്പ് അല്ലേ? അതെ അതെ, ഇപ്പോൾ വരും, അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മുടെ സാധനം പഴംപൊരി കാട്ടൻ ഹോൾ. പഴംപൊരി അടിക്കണ കൊള്ളാവോ? അപ്പം നമ്മൾ ചായ പിടിച്ചിറങ്ങി. യെസ് സഫൽ. പക്ഷെ എണ്ണ കൂടുതലായിരുന്നു ഗൈസ്, പഴംപൊരിക്ക് എണ്ണ കൂടുതലാണ്. ഇവനാ പഴംപൊരി പിഴിഞ്ഞ എണ്ണ മൊത്തം എടുത്തു, എന്നിട്ട് അത് കുടിച്ച് ഇവൻ ടിഷ്യൂ കൊണ്ട് പിഴിഞ്ഞ് കുടിച്ച്. ഇതാണ് എന്റെ ഗട്ടൻ അത്രയും ചെറുതല്ല ഇവന്റെതാ. അയ്യോ എന്റെതല്ലേ, ആന എടുത്തിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് ബീച്ച് വ്യൂ കാണാം. എന്താ പറയാനുള്ളത്? നമ്മള് നിക്കുന്നതിന്റെ ഒരു സുഖവും കാണത്തില്ലല്ലേ? വേറെ ബ്ലോഗർ പോകണം. സ്റ്റൈൽ രാജ് ഭയങ്കരം. അതൊന്നും പറ്റത്തില്ലേ, സെൻസർ ചെയ്യേണ്ട വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പോവാം. ഇത് നോൺ പെർമിറ്റഡ് ഏരിയ ഇതൊക്കെ. നമ്മൾ പോവുകയാണ്. വണ്ടിയിൽ കയറട്ടെ, വണ്ടിയിൽ. ലെറ്റ്സ് ഗോ. ഇതെന്താ ഉടുപ്പ്? ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. എന്താ പറയാനുള്ളത്? ഗൈസ് നമ്മൾ പോയാണ് അപ്പോൾ ഇനി നമ്മള് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് മാസ് ബർഗറിൽ പോവാ നമ്മള്. മാസ് ബർഗറിൽ നീ പോ. അപ്പൊ നമ്മൾ മുറുക്ക് മേടിക്കാറ്. മുറുക്ക് ഇതവിടെ അമ്പലത്തിൽ ഉത്സവം. ഇത് മതി. ഇപ്പൊ വീണാന. ഇതാണ് സ്പെഷ്യൽ മുറുക്ക്. ഇത് ഉത്സവത്തിന് മാത്രം കിട്ടുന്ന മുറുക്ക. ദോശ കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ദോശ കഴിക്കാൻ എത്തിയത്. ഭയങ്കര ഫേമസ് ഒരു കടയാണ്, ഭയങ്കര തിരക്കാണ്. പക്ഷെ
അവിടെ പോയി നമുക്ക് ദോശ കഴിക്കാം. അഫ്സൽ വണ്ടി ഇടിക്കടാ. അഫ്സലേ, ദോശ കഴിക്കാൻ റെഡിയാണോ? ദോശ റെഡി? സൂപ്പർ ദോശ ആയിരിക്കും. കഴിച്ചിട്ട് പറയാം. ഷിയാസ്, അടിപൊളി ദോശ. എന്ത് കഴിക്കാം. കഴിക്കണം. അതാ കട. കട അൺഹൈജീനിക് ആണ്. വൃത്തിയുള്ള ഫുഡിന് എന്ത് പറയുന്ന? അയ്യോ വവ്വൽസ്. എടുത്തോ. ട്രൈ ചെയ്. അഫ്സലേ, സെറ്റല്ലേ? അവന്മാരോടുണ്ട് ഗൈസ്. നമ്മൾ ഓംലേറ്റ് എടു ഗൈസ്. അപ്പൊ നമ്മൾ കഴിച്ചിട്ടിറങ്ങി. എങ്ങനെയുണ്ടായി സിയാസ്? എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. അഫ്സൽ, അഫ്സി എങ്ങനെയുണ്ട് ഫുഡ്? പറ അഫ്സൽ. എനിക്ക് ഓവറായിട്ട് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവന്റെ കുട്ടിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്ക. അവന്റെ കുട്ടിക്ക് മെസ്സേജ് അയച്ചതിന്റെ തിരക്ക. നാണം നോക്ക്. ഈ വർഷം എൻഗേജ്മെന്റ് ഉണ്ടാവുന്നതാണ്. എല്ലാരും വരണം. നമ്മൾ സ്റ്റോറി ഇടുന്നതായിരിക്കും. സ്റ്റോറി കണ്ട് അതാ അടുത്തോട്ട് വരേണ്ടതാണ്. യെസ്. അപ്പൊ നമുക്ക് പോവാം. അതാ ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. സ്പോട്ടിന്റെ പേരെന്താ? നമ്മൾ സ്മോക്ക് ഹൗസിലെത്തി. NS ആയുർവേദിക്കിന്റെ താഴെ. അതെ, NS ആയുർവേദിക്കിന്റെ താഴെ. എന്തിനാ വന്നേ? ക്യാരംസ് വിത്ത് ചായ കുടിക്കാൻ വന്നതാണ് ഗൈസ്. അതാണ് സ്മോക്ക് ഹൗസ്. പോട്ടെ. ഇതാണ് സ്മോക്ക് ഹൗസ്. ഈ ക്യാരം ബോർഡ് കളിക്കാൻ നമ്മൾ വന്ന. ഇതാണ് സ്മോക്ക് ഹൗസ്. നമ്മളിത് കളിക്കാൻ പോവാ. അറിയാം ഷിയാസ്? അറിഞ്ഞോ? കൊണ്ടാ സെറ്റ് ഒന്നൂടാ. അത് പോയി. അഫ്സൽ അതും പൈസേ. അടുത്ത അതറിയാൻ പോവാണ്. മാറിക്ക. ഓരോരുത്തരും ഇല്ല. എറി. അത് ഇളക്കി. നോ. എന്താടാ നിങ്ങക്ക് ഇങ്ങനെ? അപ്പൊ നമ്മൾ ക്യാരം ബോർഡ് കളിക്കാണ്. അഫ്സലോട്ട് ഇരിക്കുന്നു. അഫ്സലിന് കളിക്കുന്നത് നമ്മൾ. അപ്പൊ ആര് ജയിക്കും നോക്കിട്ട് പറയാം. ഞാനും ഷിയാസും ടീമും, ഫാദും അഫ്സൽ എഫ്സിയും ടീമും. എന്തുവാ? അന്ന് കളിച്ചത്. അന്ന് ഞാൻ ജയിച്ചു. അപ്പൊ നമ്മള് ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിന്ന് ഫഹദ്, ആരിസ്, ഷിയാസ്, അഫ്സല് എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പൊ ഇന്നത്തെ അവസരത്തിൽ പറയാം. അപ്പൊ അടുത്ത വ്ലോഗിൽ കാണാം. ബൈ. വണ്ടി വരും.